الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن ثقلت موازينه فأولئك هم المفلحون، ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. صدق الله العلي العظيم. അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയത്തുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ യുദ്ധം അവൻ കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളിവിടെ ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം നീ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്കൊക്കെയും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലായി ജീവിച്ച് ആഫിയത്തോടുകൂടി നിന്റെ ത്വാഅത്തിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിൻ്റെ പല പ്രഖ്യാപനങ്ങളുമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാടുകളിൽ നിന്നും വിജയിച്ച ആളുകൾക്ക് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ജനങ്ങൾക്ക് സേവനം അർപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. പരാജയപ്പെട്ട ആളുകൾക്ക് അവരുടെ നിയ്യത്തുകൾക്കനുസരിച്ച് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് 941 പഞ്ചായത്തുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 87 മുനിസിപ്പാലിറ്റികളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി ആകെ 1200ഓളം സ്ഥാപനങ്ങളിലേക്ക് 20,000 പോസ്റ്റുകളിലേക്കാണ് ആളുകൾ മത്സരിച്ചിട്ടുള്ളത്. 75,000-ഓളം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ മത്സരിച്ചിട്ടുള്ളത്. ഞാനിതിൻ്റെ കണക്കുകൾ പറയാൻ കാരണം, സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കൂടുതലായി ഇടപെടുന്നതും നമുക്ക് നേരിട്ട് ഇടപെടുന്നതും നാം നേരിട്ട് പങ്കെടുക്കുന്നതുമായ ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പുകളും അതിൻ്റെ പ്രക്രിയകളും ഒക്കെ കാണുമ്പോൾ, ആ തെരഞ്ഞെടുപ്പും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ നാം ഒന്ന് വീക്ഷിക്കുമ്പോൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പലയിടങ്ങളിലും 1-2 വോട്ടുകൾക്കൊക്കെയാണ് വിജയവും പരാജയവും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇതിനെ കൂടുതലായി ഒരു വിശ്വാസിയുടെ മനോഭാവത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ, വളരെ സ്വാഭാവികമായും വിശ്വാസിയുടെ മനോമുഖരത്തിൽ വരുന്ന ചില വിചാരപ്പെടലുകളും ചിന്തകളും അതിലേക്ക് സൂചിപ്പിക്കുന്ന ചില ആയത്തുകളാണ് ആദ്യം ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഇതിനെക്കുറിച്ച് വിശ്വാസിയുടെ ജീവിതമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളുമാണ് ഈ പറയുന്ന ഞാനും നിങ്ങളും. ജീവിതമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ, അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്ന ദിനത്തിൽ കേവലം ഒരു വോട്ടിന് ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച് നാം ഒന്ന് ആലോചിച്ചു. നമ്മുടെ തെരഞ്ഞെടുപ്പിൽ 1 വോട്ടിന് അല്ലെങ്കിൽ 2 വോട്ടിന് 3 വോട്ടിനൊക്കെ പരാജയപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക വിഷമവും, അവർക്ക് വേണ്ടി പണിയെടുത്ത, അവർക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥയും ഒക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അത് കേവലം ഒരു 5 വർഷത്തേക്ക് വേണ്ടി മാത്രമാണ്. ആ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു അവസരം വീണ്ടും വരുന്നു. പുനർവിചിന്തനം നടത്താനും വീണ്ടും വിചാരം നടത്താനും ഒക്കെ സമയമുണ്ട്.
എന്നാൽ വിശ്വാസിയുടെ ഈ തിരഞ്ഞെടുപ്പാകുന്ന ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റിസൾട്ട് ഒറ്റൊരിക്കൽ മാത്രമേ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്. റിസൾട്ട് വന്നപ്പോൾ 1-2 വോട്ടിനെ പരാജയമുള്ളൂ. അവിടെ നമ്മൾ സുഹൃത്ത് പറയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയാണ് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നയാൾ, അയാൾക്ക് കുറേ വോട്ടുണ്ട്, അതിങ്ങോട്ട് മറിക്കാമായിരുന്നു. ഒന്നും ഒരു ചാൻസും ഇല്ല. കഴിയേണ്ടത് കഴിഞ്ഞുപോയി, ഒക്കെ കഴിഞ്ഞുപോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല ഇർജിഊൻ. അവൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, പോളിംഗ് ടൈം അവസാനിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, ഒരല്പനേരം കൂടി എനിക്ക് അനുവദിച്ചു തരണം, ഒരല്പനേരം കൂടി എനിക്ക് അനുവദിച്ചു തരണം, ഞാൻ നന്മകൾ ചെയ്യാം. നമ്മൾ പറയില്ലേ, അവനത് വെറും വർത്താനാണ്, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. 1 വോട്ട് 2 വോട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കിയിട്ടൊരു കാര്യമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതേ ഭാഷയിൽ പറയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊരു വെറും വർത്താനാണ്, വെറുതെ അവർ പറയുന്നേ ഉള്ളൂ. ആ സമയത്ത് അവൻ എന്തായാലും പറയും, ഒരു കാര്യമില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. വമൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ആ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്ന ദിനങ്ങളിലേക്കാണ് പിന്നെ അവന്റെ യാത്ര. ഫഇദാ നുഫിഖ ഫിസ്സൂർ. അങ്ങനെ സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും, പിന്നെ അവർക്കിടയിൽ യാതൊരു ബന്ധങ്ങളോ പിന്നെ ഒരു ഉപകരിക്കലോ ഇല്ല. ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മക്കളാണ്, ഒരു ബന്ധത്തിനും ഒരു വിലയുമില്ല. ഏതുവരെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇദാ കാന യൗമുൽ ഖിയാമ ജമഅ അല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ ثم നാദാ മുനാദിൻ. നാളെ യൗമുൽ ഖിയാമയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടും. അൽ അവ്വലീന വൽ ആഖിരീൻ, മുഴുവൻ സമുദായത്തെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പറയും, ثم നാദാ മുനാദിൻ. ഒരാളവിടുന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയും, അലാ മൻ കാന ലഹു ഹഖ്ഖുൻ ഫൽയജിബ് ഫൽയഖുദ ഹഖ്ഖഹു. അലാ, അറിയണേ ആളുകളെ, ഒരുമിച്ച് കൂടിയ ആളുകളെ, മൻ കാന ലഹു ഹഖ്ഖുൻ ഫൽയഖുദ ഹഖ്ഖഹു. ഈ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് പരസ്പരം ബാധ്യതകൾ തീർക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ തീർത്തുകൊള്ളുക. ഈ നിൽക്കുന്ന ആളുകളിൽ നിന്ന് അവൻ എന്നെ ദുനിയാവിൽ വെച്ചിട്ട് ഭൂമിയിൽ വെച്ചിട്ട് എന്നെ പരിഹസിച്ചവനാണ്, എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞവനാണ്, അവന്റെ സമ്പത്ത് മോഷ്ടിച്ചവനാണ്, അവന്റെ ബാധ്യത തീർത്തു തരാനുള്ളവനാണ്. അങ്ങനെ ആർക്കെങ്കിലും പരസ്പരം ഇടപാട് തീർക്കാനുണ്ടെങ്കിൽ അവനവന്റെ ഇടപാട് തീർക്കട്ടെ. അവിടെ മാത്രമല്ല, പിന്നെ പറയുന്നു, ഫയഫ്റഹുൽ മർഉ അൻ യകൂനൽ ഹഖ്ഖു അലാ വാലിദിഹി ഔ വലദിഹി ഔ സൗജതിഹി വഇൻ കാന സഗീറാ. മാത്രമല്ല, ഫയഫ്റഹുൽ മർഉ, ഒരാൾ സന്തോഷിച്ചു പോകും, ഒരാൾ സന്തോഷിക്കും. എപ്പോ? അൻ യകൂനൽ ഹഖ്ഖു അലാ വാലിദിഹി ഔ വലദിഹി ഔ സൗജതിഹി. എന്തും മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ തന്റെ കർമ്മങ്ങൾ മുഴുവൻ ഇങ്ങനെ കാണുന്നു. അവിടെ വെച്ച് എന്റെ ഭാര്യയിൽ നിന്ന് എനിക്കൊരു ഇടപാട് തീർക്കാനുണ്ട്, അവൾ എനിക്ക് തരേണ്ടൊരു ബാധ്യതയുണ്ട്, അവളെ അവളിൽ നിന്ന് സ്വീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. അവൻ സന്തോഷിക്കും, ഉടൻ പോയി ഭാര്യയിൽ നിന്നത് വാങ്ങിക്കും. അവിടെ കൊടുക്കാനുള്ള സമ്പത്ത് അമല് മാത്രമാണ്, അവിടെ തീർക്കാനുള്ള ഇടപാട് അമല് മാത്രമാണ്. നിന്റെതുണ്ട്, നിന്റെതെടുത്ത് മറ്റവന് കൊടുക്കുന്നു. ഇനി ഒന്നുമില്ലെങ്കിൽ നിന്റെ പാപമാരമെടുത്ത് അവന്റെ പാപമാരമെടുത്ത് നിനക്ക് നൽകുന്നു. അല്ലാഹ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അവിടെ വെച്ചിട്ട് ഭാര്യയിൽ നിന്നാണുള്ളതല്ല, വാപ്പയിൽ നിന്നാണല്ല, ഉമ്മയിൽ നിന്നാണ്. ഭൂമിയിൽ
നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന് എനിക്ക് ബാധ്യതയുണ്ട്. എന്നെ പരിഹസിച്ചിട്ടുണ്ട്, എനിക്ക് ഇടപാട് തീർക്കാനുണ്ട്. അവൻ സന്തോഷിക്കും. എന്റെ ഉമ്മയിൽ നിന്നാണെങ്കിൽ പോലും ആ ബാധ്യത ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഉമ്മ ചെയ്ത നല്ല കർമ്മങ്ങൾ വാങ്ങിക്കുകയും അതല്ല തന്റെ പാപങ്ങൾ ഉമ്മയുടെ മേൽ ചാർത്തി വെക്കുകയും ചെയ്യുന്ന സന്ദർഭമാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും ഉപകരിക്കാത്ത സമയം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കൂല, ഒരാൾക്കും ചോദിക്കൂല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. ആ പോളിംഗിന്റെ സമയത്ത്, അവിടെ പോളിംഗ് എണ്ണുന്ന സമയത്ത് ആ ബൂത്തിൽ നിന്ന് പോളിംഗ് എണ്ണുകയാണ്. ഓരോരുത്തരുടെയും വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് കിട്ടാനുള്ള വോട്ടുകൾ മുഴുവനും ശേഖരിക്കുന്ന തിരക്കിലാണ്. അന്നത്തെ ദിവസം അവന്റെ സഹോദരനിൽ അവൻ ഓടും. സൂറത്തുൽ അബസയിൽ അല്ലാഹു തആല കൃത്യമായി പറയുന്നു, അവന്റെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഓടും. അവന്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഓടുന്ന ദിവസം. അന്നത്തെ ദിവസം പോളിംഗ് ബൂത്ത് അവരുടെ അവിടെ കാൽക്കുലേഷൻ നടക്കുമ്പോ എനിക്കെന്തുണ്ടെന്ന് പ്രവാചകന്മാര് പോലും എന്റേത് നോക്കുന്ന സന്ദർഭമാണ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ തഫ്സീറിൽ തന്നെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ലില്ലാഹി മലക്കൻ മുവക്കലൻ ബിൽ മീസാൻ. തീർച്ചയായും അല്ലാഹുവിന് ഒരു കൂട്ടം മലക്കുകളുണ്ട്. മുവക്കലൻ ബിൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കുന്ന മീസാന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ. നാളത്തെ നമ്മുടെ പോളിംഗ് എണ്ണുന്ന മലക്കുകൾ. ആദം, അവൻ മനുഷ്യനെ കൊണ്ടുവരും, ഓരോരുത്തരെയും ഇങ്ങനെ കൊണ്ടുവരും. അവനെ രണ്ട് മീസാന്റെ തുലാസിൽ നിർത്തുന്നു. ഇനി അവന്റെ നന്മയുടെ ത്രാസാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതെങ്കിൽ ആളുകൾ മുഴുവനും കേൾക്കുന്ന ശബ്ദത്തിൽ ആ മലക്ക് വിളിച്ചു പറയും, ഇതാ ഇന്നാലിന്നയാളുടെ മകൻ ഇന്നാലിന്നയാൾ വിജയിച്ചിരിക്കുന്നു. ഇനിയൊരിക്കലും പരാജയപ്പെട്ടു പോകാത്ത വിജയം, എന്നത്തേക്കും ശാശ്വതമായൊരു വിജയം ഇവൻ വിജയിച്ചിരിക്കുന്നു. ഇനി അവന്റെ നന്മകളുടെ ത്രാസ് താണു കിടക്കുന്നില്ല, തിന്മകളുടെ ത്രാസാണ് താണു കിടക്കുന്നത്. തിന്മയാണ് കൂടുതലെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറയും, ഇവൻ പരാജയപ്പെട്ടിരിക്കുന്നു, എന്നാലും അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഇനി അവനൊരു വിജയത്തിന് പ്രതീക്ഷയില്ല. അങ്ങനെ പറയുന്നൊരു ദിനം നമുക്ക് വരാനുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അത് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിൽ തന്നെ അല്ലാഹു പറഞ്ഞു. അതാണ് ഞാൻ നിങ്ങൾ ആദ്യം ഓതി കേൾപ്പിച്ചത്. ആരുടേതാണ് സഖുല? സഖുല എന്ന് പറഞ്ഞാൽ ഭാരം തൂങ്ങുക. ആരുടേതാണ് കൂടുതൽ ഭാരമുള്ളത്? അവരാണ് വിന്നേഴ്സ്, വിജയിച്ച ആളുകൾ. മുഫ്ലിഹൂൻ, അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിന്നർ, വിജയിച്ചു. മുഫ്ലിഹൂൻ, വിജയിച്ചവർ. വമൻ ഖഫ്ഫത് മവാസീനുഹു, ഇനി ആരുടേതാണ് തിന്മകൾ തൂങ്ങിക്കിടക്കുന്നത്? ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിലേക്ക് പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, ആ ദിവസത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാനിങ്ങനെ ഈ ദിവസത്തിൽ തന്നെ അത് പറയാനുള്ള കാരണം, നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പും ഇതിൻ്റെ അവസ്ഥകളും ഇതിൻ്റെ സംവിധാനങ്ങളുമായി കൂടുതൽ പരിചയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇതിനോട് ചേർത്തി പറയുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് ചേർത്തി പറയുന്നത്. ആ ദിവസത്തെ നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്ന സന്ദർഭം. ഇനി എന്താണ് ഈ വിജയിക്കാനുള്ള കാരണം, വിജയിക്കാനുള്ള മാർഗം എന്താണ്?
സൂറത്തുൽ മുഅ്മിനൂനിൽ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടങ്ങുന്നു. സൂറത്തുൽ മുഅ്മിനൂൻ തുടങ്ങുന്നത് ഫലാഹിനെ കുറിച്ച്, വിജയത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാനത്തെ ആയത്ത് ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിര്യങ്ങൾ വിജയിക്കുന്നതല്ല. തുടക്കവും ഒടുക്കവും വിജയത്തെക്കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. ആ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 10 ആയത്തും വളരെ കൃത്യമായിട്ട് ആരാണ് വിജയിക്കുന്ന ആളുകളെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ കൃത്യമായി പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സൂറത്തുൽ മുഅ്മിനിൽ ഒന്നാമത്തെ ആയത്താണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അറബി ഭാഷയുടെ വ്യാകരണം അറിയുന്ന ആളുകൾക്കറിയും, ഖദ് എന്ന പദം അഫ്ലഹ എന്ന മാലിയായ പദത്തോടൊപ്പം ചേർത്ത് വച്ചാൽ തീർച്ചയായും എന്ന ഒരു അർത്ഥമാണ് അതിന് കിട്ടുക. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇനി ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈ ആയത്തുകൾ ഈ 10 ആയത്തുകൾ ഇറങ്ങിയപ്പോൾ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബികളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ലഖദ് മുൻസിലത അശ്റു ആയാത്തിൻ മൻ അഖാമഹുന്ന ദഖലൽ ജന്ന. എനിക്കിതാ 10 ആയത്തുകൾ ഇറക്കപ്പെട്ടിരിക്കുന്നു. മൻ അഖാമഹുന്ന ദഖലൽ ജന്ന. ആരാണ് ആ 10 കാര്യങ്ങൾ നിലനിർത്തുന്നവൻ? ആരൊക്കെയാണ് ആ 10 ആയത്തിലുള്ള കാര്യങ്ങൾ നിലനിർത്തുന്നവർ? ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗപ്രവേശനം ലഭിച്ചിരിക്കുന്നു, അവർ വിജയികളിൽ കൊണ്ടിരിക്കുന്നു. എന്താണ് പറഞ്ഞു? ഒന്നാമത്തത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നാമത്തെ കാര്യമാണ് മുഅ്മിനിനെ കുറിച്ച് അല്ലാഹു പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് അല്ലദീന, അവർ ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭയഭക്തി പുലർത്തുന്ന ആളുകളാണ്. നിസ്കാരത്തിൽ ഭയഭക്തി പുലർത്തുന്ന ആളുകളാണ്. ഇതേ ഈ 10 ആയത്തിന്റെ അവസാനത്തെ 10ാമത്തെ ആയത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. അവർ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. ആകെ 6 കാര്യങ്ങളാണ് ഈ മുഅ്മിനീങ്ങളെ വിശേഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് പറഞ്ഞതും നിസ്കാരം, അവസാനം പറഞ്ഞതും നിസ്കാരം. ആലോചിച്ച് നോക്കൂ പ്രിയമുള്ള സത്യവിശ്വാസികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, മുഅ്മിനാണോ, മുഅ്മിനെന്ന പോസ്റ്റിലേക്ക് മത്സരിക്കുന്നയാളാണോ നിങ്ങൾ? ഒന്നാമതായി നിലനിർത്തേണ്ടത് നിസ്കാരമാണ്. നിസ്കാരമാണ്. അൽ ഫാരിഖു ബൈനൽ മുഅ്മിനി വൽ കാഫിരി അസ്സലാത്ത്. മുഅ്മിനിന്റെയും അവിശ്വാസിയുടെയും വിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസം തന്നെ നിസ്കാരമാണ്. ഒരാൾ വിശ്വാസിയാണോ വിശ്വാസിയല്ലേ എങ്ങനെ തീരുമാനിക്കാം? നിസ്കാരം കൊണ്ട്. ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം ഇസ്ലാമിൽ അവന് നിസ്കാരം മാറുന്നില്ല. കിടക്കാണ്, ഒന്നുമില്ല, അവന്റെ തലക്ക് മാത്രമേ ശേഷിയുള്ളൂ, തല മാത്രമേ അനങ്ങുള്ളൂ. നിസ്കാരം നിർബന്ധമാണ്. ഏതുവരെ യുദ്ധക്കളത്തിൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്നവനാണെങ്കിൽ പോലും അവന് നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെയും നിസ്കാരം ഒഴിവാകുന്നില്ല. യാത്രയിലാണെങ്കിലും ഏത് ഘട്ടത്തിലാണെങ്കിലും നിസ്കാരം അവന് ഒഴിവാകുന്നത് തന്നെയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ജുഇലത ഖുർറത്തു ഐനി ഫിസ്സലാ. എനിക്ക് വല്ലാത്ത മനസ്സമാധാനം കിട്ടുന്ന സമയം നിസ്കാരത്തിലാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു കാര്യം ഈ വെള്ളിയാഴ്ച ഇവിടുത്തെ ജുമുഅ വെച്ച് തീരുമാനിച്ചോ, ഒരു സുന്നത്തും നീ നിസ്കരിക്കുന്നില്ല, പ്രശ്നമില്ല. നീ മറ്റൊരു നിസ്കാരവും നിസ്കരിക്കുന്നില്ല, പ്രശ്നമില്ല. 5 വഖ്തിന്റെ ഫർദ് നിസ്കാരം ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വഖ്ത് പോലും മുടങ്ങാതെ നിസ്കരിക്കുമെന്ന് തീരുമാനിച്ചോ, നിനക്ക് വിജയിക്കാം. സുന്നത്ത് നിസ്കരിക്കാൻ ഉസ്താദ് എനിക്ക് സമയമില്ല, ജോലി തിരക്കാണ്, എന്താവട്ടെ, തിരക്കുപോലെ ചെയ്തോളൂ. പക്ഷേ 5 വഖ്ത് ഫർദ് നിസ്കാരത്തിൽ എനിക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ലാത്തതാണ്. ഇനി നിനക്ക് എവിടെ വെച്ചും നിസ്കരിക്കാം, മണ്ണിൽ വെച്ചും ഇനി തറയിൽ വെച്ചും എവിടെ വെച്ചും നിസ്കരിക്കാം.
കടയിലാണെങ്കിൽ കടയിലൊരു പായ വെച്ചെങ്കിലും നിസ്കരിക്കണേ സഹോദര. അല്ലെങ്കിൽ പിന്നെ ഈ സ്ഥാനാർത്ഥി ഈ മത്സരത്തിൽ നിനക്കൊരു സ്ഥാനവുമില്ല, പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ഒന്നാമതും അല്ലാഹു തആല പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ച്. നാളെ യൗമുൽ ഖിയാമയിൽ ഒന്നാമത് ചോദ്യം ചെയ്യപ്പെടുന്നതും നിസ്കാരത്തെ കുറിച്ച്. അടിമ ആദ്യമെത്തിയിട്ട് റബ്ബിന്റെ മുന്നിൽ ഒന്നാമതെത്തിയിട്ട് പറയുന്നു, എടാ നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നിടത്ത് പറയുന്നത്, നീ നിസ്കരിച്ചോ, നിന്റെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? അവിടെ കടം വീട്ടാനുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്ത് പോകേണ്ടതില്ല. അതിലെ കടം വീട്ടുക തന്നെയാണ് ഒന്നാമത്തെ കാര്യം നിസ്കാരമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, വളരെ നിഷ്കളങ്കമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു, നമുക്കങ്ങനെ നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ, അങ്ങനെ നിസ്കാരത്തിൽ ഒരു പിൻപോക്ക് ഒരു പുറകോട്ട് പോക്കുണ്ടെങ്കിൽ തീർച്ചയായും നാം അത് മാറ്റിയേ മതിയാകും. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും ഇനി വേറൊന്നും ചെയ്യണമെന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ ഉസ്താദ് എനിക്ക് കഴിയില്ല, നേരത്തെ ഉറങ്ങിക്കാൻ കഴിയില്ല, വേണ്ട, നീ സുബഹി ഖളാവുന്നതിന് മുമ്പെങ്കിലും ഒന്ന് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കണേ. ളുഹർ എനിക്ക് ഉസ്താദെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്ത് തന്നെയാണെങ്കിലും നിന്റെ ളുഹർ നീ ഖളാക്കരുത്. അസ്ർ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തു തന്നെയാണെങ്കിലും മഗ്രിബ് ഇശാ ഈ 5 നിസ്കാരങ്ങൾ ഒരു തരത്തിലും അത് അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള ഉത്തരവാദിത്തമാണ്, ഉടമ്പടിയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും അള്ളാഹുവും നമ്മളും തയ്യാറാവരുത്. അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും നമ്മുടെ നിസ്കാരത്തെ ഖളാ ഉള്ളവർ ഖളാ കൂട്ടാനും ആ നിസ്കാരത്തെ ഒന്നുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി റബ്ബേ ഞാൻ നീയുമായിട്ടുള്ള മുനാജാത്ത് ഞാൻ നിർവഹിക്കാൻ തയ്യാറാണെന്ന മനസ്സോടുകൂടി ഇന്നു മുതൽ നമ്മൾ അതെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നിടത്ത് രണ്ടാമത് പറഞ്ഞു അനിൽ ലഗ്വി മുഅ്രിദൂൻ. അവർ ലഗ്വിൽ നിന്ന്, വിനോദങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. വേണ്ടാത്തരങ്ങൾക്ക് ഒരുപാട് പറയാൻ കഴിയും. ഒന്നാമത്തത് നമ്മുടെ നാവാണ്. വേണ്ടാത്ത ചർച്ചകളിൽ നിന്ന്, വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്ന്, വേണ്ടാത്ത ഫിത്ന ഫസാദിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ പ്രഭാതം മുതൽ ഈ ജുമുഅന്റെ സമയം വരെ നമ്മുടെ നാവ് കൊണ്ട് നാം ആരെയൊക്കെ കുറ്റം പറഞ്ഞു, ആർക്കൊക്കെ ഫിത്ന പറഞ്ഞു, ആരുടെയൊക്കെ ഗീബത്ത് പറഞ്ഞു, ആരുടെയൊക്കെ നമീമത്ത് പറഞ്ഞു. ഒന്നേ ഉള്ളൂ, ഒന്ന് പറയട്ടെ, നമ്മൾ ദിക്ർ, ധാരാളം ദിക്ർ, തസ്ബീഹ്മാല കയ്യിൽ പിടിച്ച് മുഴുവൻ സമയത്തും ദിക്ർ ചെല്ലണമെന്ന് ഞാൻ പറയണില്ല. തസ്ബീഹ്മാല കൗണ്ടർ പിടിച്ചിട്ട് മുഴുവൻ സമയത്തും സ്വലാത്ത് ചെല്ലണമെന്ന് ഞാൻ പറയണില്ല. മറിച്ച് ഈ നാവ് കൊണ്ട് നമ്മൾ അന്യരുടെ ഫിത്ന ഫസാദ് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അതുമാത്രം. മുഴുവൻ സമയത്തും ദിക്റും സ്വലാത്തും ഖുർആനും ഇങ്ങനെ ചൊല്ലി നടക്കാൻ ഒരു പക്ഷേ എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ, ഓരോ ദിവസവും വൈകുന്നേരം നമ്മൾ നീ നിന്നെ ഹിസാബ് നടത്തുക. ഓരോ ദിവസവും ഞാൻ എന്നെ ഹിസാബ് നടത്തുമ്പോൾ ഇന്ന് എത്ര നന്മകൾ ധാരാളം ചെയ്യുന്നതിനപ്പുറം ഇന്ന് എത്ര തിന്മകൾ എനിക്ക് കുറക്കാൻ കഴിഞ്ഞു എന്ന് നാം ഒരു വിലയിരുത്തൽ നടത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ നാവിനെ, എൻ്റെ അവയവങ്ങളിൽ ഓരോന്നിനും, എൻ്റെ കണ്ണിനെ, എൻ്റെ കാതിനെ എത്രത്തോളം എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു, വേണ്ടാത്തരങ്ങളിൽ നിന്ന് എൻ്റെ കണ്ണിനെ എത്രത്തോളം എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ഒറ്റയടിക്ക് പൂർണ്ണമായി കഴിഞ്ഞില്ലെങ്കിലും ഒരു ദിവസം ഇന്ന് ഞാൻ ഇത്ര മണിക്കൂർ എൻ്റെ കണ്ണുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, ഇത്ര മണിക്കൂർ ഞാൻ കുറച്ചു, ഇത്ര മണിക്കൂർ കുറച്ചു എന്ന് ഒരു വിശ്വാസിക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു തിന്മയിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ പറയുന്നു അവർ സക്കാത്ത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. സമ്പത്തിൽ നിന്ന് കൊടുക്കാനുള്ളത് നിർബന്ധമായും കൊടുത്തേ മതിയാകൂ. അത് അള്ളാഹുവിന്റെ കോടതിയിൽ നാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പിന്നെ പറയുന്നു വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ സംരക്ഷിക്കും. അവരുടെ ലൈംഗിക അവയവങ്ങൾ അവർ സംരക്ഷിക്കും. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ.
അവൻ്റെ ലൈംഗിക ആഗ്രഹം തീർക്കുക അവൻ്റെ ഭാര്യൻ്റെ അടുക്കൽ അവൻ തീർക്കുള്ളൂ. നാട്ടിൽ കാണുന്ന സ്ത്രീകളുടെ അടുക്കൽ മുഴുവൻ അവൻ തീർക്കൂല. ഇതിനപ്പുറത്ത് ആരെങ്കിലും വല്ല മാർഗവും തേടുന്നുവെങ്കിൽ അവർ തീർച്ചയായും അതിര് വിട്ടവരാണ്, അവർ പരിധി വിട്ടവരാണ്. പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. നമ്മുടെ നമ്മുടെ വികാരം അനുവദിക്കപ്പെട്ടിടത്തു മാത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളുമായിട്ടുള്ള അമിതമായ ഇടപെടലുകൾ അനുവദിക്കപ്പെട്ടവരുമായി ഈ മതത്തിനൊരു വിശ്വാസിയാണെങ്കിൽ ഈ വിശ്വാസിക്ക് ചില നിബന്ധനകളും അതിർവരമ്പുകളുമുണ്ട്. അതിനപ്പുറത്ത് സ്ത്രീകളുമായിട്ടുള്ള അമിതമായ ഇടപഴകലുകളും ഒക്കെ ഒരു ജനറലൈസിന്റെ ഭാഗമായി ഞാനൊരു പൊതുവാണ്, ഒരു പോപ്പുലറാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്തു കൂട്ടാമെന്നൊരിക്കലും വിശ്വാസി കരുതിപ്പോകരുത്. അതിന് അതിർവരമ്പുകളുണ്ട്. അന്യ സ്ത്രീയെ കാണേണ്ടടുത്തേ കാണാൻ പാടുള്ളൂ. അന്യ സ്ത്രീയുമായിട്ട് ഇടപഴകേണ്ടടുത്ത് മാത്രമേ ഇടപഴകാൻ പാടുള്ളൂ. അനുവദിക്കപ്പെട്ട ഇടങ്ങളിൽ അനുവദിക്കപ്പെട്ട രീതിയിൽ മാത്രമേ ഇടപഴകാൻ പാടുള്ളൂ. എന്തുമായി എല്ലാവരും ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞങ്ങൾ എല്ലാവരും സഹോദരന്മാരാണെന്ന് പറഞ്ഞ് എല്ലാ തോന്നിവാസത്തിലും നിൽക്കുന്നവന്റെ പേരല്ല മുഅ്മിൻ എന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാം അതിനുള്ള അവസരങ്ങളില്ലാതിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞത് ലാ തഖറബു സിന എന്നാണ്. സിനയുടെ അടുക്കരുത് എന്നാണ്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് എന്നർത്ഥം. അതിനുള്ള അവസരങ്ങൾ നാം തന്നെ സൃഷ്ടിക്കരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലദീന ഹും ലിഅമാനാതിഹിം റാഊൻ വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. പിന്നെ പറയുന്നു വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. ഏത് പോസ്റ്റിലാണെങ്കിലും ഒരു വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, അതൊരു ഉത്തരവാദിത്തമാണ്. ഇനി നിന്റെ ഒരു ഷോപ്പിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ടതൊരു ഉത്തരവാദിത്തമാണ്. നിന്നെ കടയിലൊരു ജോലിക്കാരനാക്കി നിർത്തിയ ഉത്തരവാദിത്തമാണ്. നിന്നൊരു ഓഫീസ് ബോയ് ആക്കി നിർത്തിയ ഉത്തരവാദിത്തമാണ്. നീ വീട്ടിലൊരു വാപ്പയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. നീ വീട്ടിലെ ഉമ്മയുടെ മൂത്ത മകനാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഓരോ ഇടങ്ങളിലും കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കൃത്യമായി അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സ്ഥലങ്ങളിലും എൻ്റെ ഉത്തരവാദിത്തം എത്രത്തോളം ഞാൻ നിർവഹിക്കുന്നുണ്ട്, എൻ്റെ ഉത്തരവാദിത്തം എത്രത്തോളം നിർവഹിക്കുന്നുണ്ടെന്ന് നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. പിന്നെ പറയുന്നു വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. അവർ അവരുടെ സംസ്കാരം കൃത്യമായി നിർവഹിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 10 ആയത്ത് സൂറത്തുൽ മുഅ്മിനിലെ ആദ്യത്തെ 10 ആയത്ത് തുടങ്ങിയതും നിസ്കാരം കൊണ്ട് അവസാനിപ്പിച്ചതും നിസ്കാരം കൊണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിസ്കാരം നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ പറഞ്ഞു ഇവർക്കാകുന്നു നാളെ ഫിർദൗസ് എന്ന സ്വർഗ്ഗം ലഭിക്കുന്നത്. ഇവരാകുന്നു നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയിക്കുന്നത്. ഒന്നെന്റെ നിസ്കാരത്തെ നിലനിർത്തുകയും തന്റെ നാവിനെ സൂക്ഷിക്കുകയും തന്റെ സമ്പത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടത് അവകാശപ്പെട്ടവർക്ക് കൊടുക്കുകയും തന്റെ ഗുഹ്യഭാഗങ്ങൾ തന്റെ ലൈംഗികമായിട്ട് സൂക്ഷിക്കുകയും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് അവർക്കാണ് വിജയമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖുർആനിൽ കൂടി നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ 5 കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്ക് നാളെ റബ്ബിൻ്റെ കോടതിയിൽ വെച്ച് അവിടെ വെച്ച് വിജയും പരാജയം എണ്ണുന്ന സമയത്ത് ഞാനും വിജയിച്ചവനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതല്ലെങ്കിൽ നാം ഈ ജീവിതമെന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ നാം വെള്ളിയാഴ്ചകളിൽ ഓതാറുള്ള സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു പറയുന്നു, ഓർമ്മപ്പെടുത്തുന്ന ആയത്ത് കൂടെയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഖസ്റ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടവർ. അല്ലാഹു പറയുന്നു, ആരാണ് പരാജയപ്പെട്ടവർ? യാ അയ്യുഹല്ലദീന
സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. അങ്ങനെ സമ്പത്തും സന്താനവും വഴിപിഴപ്പിച്ചുവെങ്കിൽ അവൻ പരാജിതനാണ്. എന്താണ് സമ്പത്തും സന്താനവും പരാജയപ്പെടുത്തുക? ഒന്ന്, സമ്പത്തിന് വേണ്ടി എന്തു മാർഗവും സ്വീകരിക്കുക, ഹലാലുമില്ല ഹറാമില്ലാതെ സമ്പത്ത് സ്വീകരിക്കുക. സന്താനം കൊണ്ട് എങ്ങനെയാ പരാജയപ്പെടുക? സന്താനത്തിന് കൃത്യമായി പരിപാലിക്കേണ്ടതുപോലെ പരിപാലിക്കാതെ, അവസാനം വഴികേടിലാക്കി, മക്കളെ നോക്കേണ്ടതുപോലെ നോക്കാതെ, പരിപാലിക്കേണ്ടതുപോലെ പരിപാലിക്കാതെ, കൊടുക്കേണ്ട സമയത്ത് കൃത്യമായ ധാർമ്മിക ബോധവും മതമൂല്യങ്ങളും ജീവിക്കാനുള്ള സാംസ്കാരിക ബോധവുമൊക്കെ പകർന്നു കൊടുക്കേണ്ട സമയത്ത് പകർന്നു കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതെ, അവസാനമെല്ലാം കയ്യിൽ നിന്ന് വിട്ടതിന് ശേഷം ഉസ്താദേ എൻ്റെ മോൻ പരാജയപ്പെട്ടു പോയി ദ്വാരക്കണമെന്ന് പറഞ്ഞു വരുന്നതല്ല. കൃത്യമായ പരിപാലനം, സന്താന പരിപാലനം കൃത്യമായി നടത്തി ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന മുഅ്മിനായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പറഞ്ഞ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ യഥാർത്ഥ വിജയിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതൊക്കെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സംസ്ഥാനത്തും ഞങ്ങളുടെ രാജ്യത്തും നീ ശാന്തിയും സമാധാനവും നിലനിർത്തണേ അല്ലാഹ്. നീ ഐക്യവും സാഹോദര്യവും മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തണേ അല്ലാഹ്. ഈ രാജ്യത്ത് ഇസ്സത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ കൂട്ടത്തിലിരിക്കുന്ന രോഗികൾക്ക് നീ ശിഫാവ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകൾക്കും നീ ശിഫാവ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മനസ്സിന്റെ വേവലാതികളും പ്രയാസങ്ങളും നിനക്കറിയാം അല്ലാഹുവേ, നീ തീർത്തു തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം മരിച്ചുപോയ മജീദ് ഹാജി എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. സുഖം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പള്ളി നിർമ്മിച്ചവർ, ഇതിന്റെ ആദ്യഘട്ടം മുതൽ ഇതിനെ നിർമ്മിച്ചവർ, സഹായിച്ചവർ, പരിപാലിച്ചവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കുന്ന ഒരുമിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.